ബി.ഒ.ടിയുടെ നെഗറ്റീവ് സൈഡുകൾ പറയാം. അതായത് ബി.ഒ.ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് പല കുട്ടികളുടെ വിചാരം ബി.ഒ.ടി എന്ന് പറയുന്നത് അടിപൊളി കോഴ്സാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറികൾ വരുന്നത് കൊണ്ടും ഒരുപാട് കുട്ടികളായിട്ടും പാരൻസായിട്ട് സംസാരിക്കുന്നത് കൊണ്ടും പല കുട്ടികളും ഇതിന് സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ബി.ഒ.ടി കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. ഈ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽ സെറ്റുകളൊക്കെ വേണം. കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലത്തെ പേഷ്യൻസിനെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ബുദ്ധിമാന്ദ്യ ആവാം, അല്ലെങ്കിൽ പീഡിയാട്രിക് പേഷ്യൻസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ജീരിയാട്രിക് പേഷ്യൻസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ മസ്കുലോസ്കെലറ്റൻ ഡിസീസുകൾ, അതായത് സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുദ്ധിമാന്ദ്യമുള്ള ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്, അവർക്ക് അറിയാത്തൊരു ഒക്യുപ്പേഷൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു 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 പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 1-2 വയസ്സ് ഉള്ള കുട്ടിയുടെ ബുദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെങ്ങനെ നമ്മൾ പെരുമാറുകയെന്ന് അറിയില്ല. വളരെ ചിലപ്പോൾ അടിയൊക്കെ കിട്ടിയെന്ന് വരാം. അങ്ങനെ കിട്ടുന്ന കുട്ടികളുണ്ട്. നമുക്കറിയാം, ബി.ഒ.ടി പഠിക്കുന്ന കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പല ഇൻസിഡൻസിലൂടെയും അവർ പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ നമ്മൾ 1 മാസം ട്രീറ്റ് ചെയ്യേണ്ടി വരും, 2 മാസം ട്രീറ്റ് ചെയ്യേണ്ടി വരും, 1 കൊല്ലം ട്രീറ്റ് ചെയ്യേണ്ടി വരും, 3 കൊല്ലം ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി ലോങ് ആണ്. അതുപോലെ തന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ബി.ഒ.ടിക്കാര്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടേഴ്സ്, ഇങ്ങനെ പല ഏരിയാസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല ക്ഷമ വേണം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ബി.ഒ.ടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്ന ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി.ഒ.ടി കോഴ്സിനെ കുറിച്ചിട്ടുള്ള 360 ഡിഗ്രി ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കോണ്ടന്റുകൾ നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.